Hi all. Previous videos നമ്മൾ simplification basic calculations എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. നമ്മൾ ഇന്ന് മോഡൽ ക്വസ്റ്റ്യൻസ് സാധാരണ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസിനെ ഓരോന്നോരോന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്തുള്ളത് ഫ്രാക്ഷൻസിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. മിക്കവാറും എല്ലാവരും തന്നെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ അതിനെ എങ്ങനെ ഫാസ്റ്ററായിട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടുന്നത്. ഇപ്പോൾ സാധാരണ ഈ ഒരു ക്വസ്റ്റ്യനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ഇത് സ്കൂളിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള മിക്സഡ് ഫ്രാക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മിശ്ര ഭിന്നങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കും. എന്നിട്ട് കോമൺ ഡിനോമിനേറ്റർ ആക്കിയിട്ട് ഡിനോമിനേറ്റർ കോമൺ അല്ലെങ്കിൽ കോമൺ ആക്കും. ഇതാണ് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുന്ന മെത്തേഡ്. പക്ഷേ ഇതിനെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ റിയൽ ലൈഫിൽ ഒരു 3.5, 1.4 എന്ന് പറയുമ്പോൾ രണ്ട് മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്. 3.5, 1.4 ഇതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കൂട്ടിയിട്ട് 4.25 എന്ന് പറയും. ആ ഒരു സംഭവം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ വേറൊരു രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. കൂടുതൽ കുട്ടികളും ഇതിനെ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കിയിട്ടായിരിക്കും നിങ്ങളിൽ പലരും ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എങ്ങനെയാണോ റിയൽ ലൈഫിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം, നമ്മൾ സാധാരണ ചെയ്യുന്ന മെത്തേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ 27/2 എന്ന് വരും. ഇത് 48/4 എന്ന് വരും. -63/5 പ്ലസ് 94/5 ഈ രീതിയിലായിരിക്കുമല്ലോ നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഈ നമ്പേഴ്സ് ഒക്കെ വലുതായി അല്ലേ? ഈ 13, 12 എന്നൊക്കെ കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം കുറച്ചും കൂടെ വലുതായി. ഇനി നിങ്ങൾ ഇതിനെ ഒരേ ഡിനോമിനേറ്റർ ആക്കാൻ നിൽക്കും. അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുക. ഇവിടെ ഒരു +12 ഉണ്ട്, ഇവിടെ ഒരു -12 ഉണ്ട് അല്ലേ? ആ +12ഉം ഈ -12ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കളയുക. പിന്നെ ബാക്കിയുള്ള ഹോൾ നമ്പേഴ്സ് നോക്കുക. ഇവിടെ 13 ഉണ്ട്, ഇവിടെ 18 ഉണ്ട്. 18ഉം 13ഉം 31. അപ്പൊ നമ്മുടെ ഹോൾ നമ്പേഴ്സിന്റെ കാര്യം നമുക്ക് കിട്ടി. 31 ആണ് ഹോൾ നമ്പർ. ഫ്രാക്ഷൻസ് നോക്കുമ്പോഴത്തേക്കും 3/4, അരയും 1/4 അല്ലേ? 1/4 കിട്ടും. പിന്നെ -3/5 ഉണ്ട്, +4/5 ഉണ്ട്. ഇതിനെ നമുക്ക് 5/4 എന്ന് എഴുതാം. ഈ -3/5ഉം +4/5 കൂടെ നമുക്ക് ഒരുമിച്ച് എടുക്കാമല്ലോ, കാരണം ഡിനോമിനേറ്റർ കോമൺ ആണ്. +1/5 എന്ന് കിട്ടും. ഇതിനെ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. നമുക്ക് 29/20 എന്ന് കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 and 9/20. ഇങ്ങനെ കിട്ടുമ്പോൾ ഈ 1നെ നമുക്ക് ഈ 31ന്റെ കൂടെ കൂട്ടുക. 32, 9, 20. ഇതിപ്പോൾ നമ്മൾ ഇല്ലസ്ട്രേഷന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ എഴുതിയെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് കൂടുതൽ. അപ്പം നമ്മുടെ ആൻസർ എത്രയാണ്? 32 and 9/20. സിമിലർ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇതും ഫുള്ള് മിക്സഡ് ഫ്രാക്ഷൻസിന്റെ അഡീഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷൻ ആണ് ഇതിനകത്തുള്ളത് മൊത്തം. അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഹോൾ നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. ഹോൾ നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോഴും പെൻ ആൻഡ് പേപ്പർ എടുക്കാതെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. എപ്പോഴും നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് 19, 17, 25, 15, 12 ആണ് കൂട്ടാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കൂട്ടാൻ എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം കൂട്ടുക. ഇതിൽ നോക്കിയാൽ 25, 15 കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും 40 അല്ലേ? 40, 12, 52. 52, 10, 62, 7, 69. 69ന്റെ കൂടെ 19 കൂട്ടുക. 69ന്റെ കൂടെ 19 കൂട്ടുന്നതിന് എന്ത് ചെയ്യണം? 69ന്റെ കൂടെ 20 കൂട്ടുക. അപ്പോൾ 89 അല്ലേ? അപ്പോൾ 19 എത്രയായിരിക്കും? 88. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഈ ഹോൾ നമ്പേഴ്സിന്റെ നമ്മുടെ അഡീഷൻ കിട്ടി 88 കിട്ടി. പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്നത് ഫ്രാക്ഷൻസിന്റെ അഡീഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് 3/4, ഇത് 1/4. 3/4 + 1/4 എത്രയാണ്? 4/4. അതെന്ന് പറഞ്ഞാൽ 1 അല്ലേ? പിന്നെ 2/7 ഉണ്ട്, 5/7 ഉണ്ട്. അതും 7/7 കിട്ടും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ഇതിങ്ങനെ നമ്മൾ സെയിം ഡിനോമിനേറ്റർ ഉള്ളത് നോക്കിയിട്ടാണ് ഞാൻ എഴുതുന്നത്. പിന്നെ 2/3. അപ്പം ഇത് രണ്ടും 1 ആണ്. ഇതും 1, ഇതും 1. അപ്പം നമ്മൾക്ക് 90, 90 and 2/3 ആണ് നമ്മുടെ ആൻസർ. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. ഇതിനകത്തുനിന്ന് നമുക്ക് 90 and 2/3 ആണ് ആൻസർ എന്ന് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇതുപോലെയുള്ള, അതായത് 4 ഡിജിറ്റ്സ്, 3 ഡിജിറ്റ്സ്, അതുപോലെ 5 ഡിജിറ്റ്സ് വരെയൊക്കെ ഡിജിറ്റ്സ് വലിയ നമ്പേഴ്സ് ഇങ്ങനെ ആഡ് ചെയ്യുന്നത് ഒരു സാധാരണ സിംപ്ലിഫിക്കേഷൻ ബേസിക് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തിനാണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കൂട്ടാൻ പറ്റും അല്ലേ? ഇത് താഴോട്ട് എഴുതി ആർക്ക് വേണമെങ്കിലും കൂട്ടാം. പക്ഷേ അതിന് ഒരുപാട് സമയം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സെക്കൻഡ്സിൽ ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കുക. ഇതിനെ താഴോട്ടൊന്ന് എഴുതി വരണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് പോകും.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? താഴോട്ട് എഴുതാതിരിക്കുക. താഴോട്ട് എഴുതാതിരിക്കുക എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം ഇതിനകത്തുള്ളത്, നിങ്ങൾ ഈ ചോയ്സസ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഇതിനകത്ത് സാധാരണ ബാങ്ക് ടെസ്റ്റുകളിൽ എല്ലാ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസിനകത്തും പൊതുവെ എല്ലാ QA ക്വസ്റ്റ്യൻസിലും നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവാറുണ്ട്. ഇതിൽ നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാതിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോണം, നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ചില ക്ലൂസിന് വേണ്ടിയിട്ടാണ്. എന്താണ് ആ ക്ലൂ? നിങ്ങൾ നോക്കുക, ഇതിനെ ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ ലാസ്റ്റ് പ്ലേസ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അത് വെച്ചിട്ട് ഓപ്ഷൻസ് ഇന്ന് ചൂസ് ചെയ്യാന്നുള്ളതാണ് മെത്തേഡ്. ഇതിനകത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് ഡിജിറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴോട്ട് എഴുതാതെ തന്നെ നിങ്ങൾക്കറിയാം 7 4 11, 11 2 13, 13 1 14. 14ന്റെ 4 ആയിരിക്കും നമ്മുടെ ആൻസറിന്റെ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന നമ്പർ അല്ലേ? ലാസ്റ്റ് പ്ലേസിൽ എത്ര വലിയ നമ്പറും ആയിക്കോട്ടെ, അതിന്റെ യൂണിറ്റ് പ്ലേസിൽ വരുന്ന നമ്പർ 4 ആയിരിക്കും. അപ്പൊ നമ്മൾ ചോയ്സസ് നോക്കുക. അപ്പം ഈ ആൻസറും വരത്തില്ല, ഈ ആൻസറും വരത്തില്ല. പിന്നെ 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് 4 ലാസ്റ്റ് പ്ലേസ് എന്ന് കിട്ടി. പിന്നെ നമ്മൾ നെക്സ്റ്റ് പ്ലേസും കൂടെ നോക്കുക, സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക. ആ 1 ഉണ്ട്, 14ന്റെ 1 ഉണ്ട്, 3 1 4, 6 4 10, 11 11 6 17. അപ്പൊ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 17 ആയിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക, നമ്മുടെ ആൻസർ ആകാനുള്ള ചാൻസ് ഉള്ള ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ചോയ്സസിൽ സെക്കൻഡ് ലാസ്റ്റ് നമ്പർ 7 വരുന്നത് ഈ ഒരു ചോയ്സ് മാത്രമാണ്. അപ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും? 18,174 എന്നായിരിക്കും. ഇനി നമുക്കിവിടെ നൺ ഓഫ് ദീസ് കുറച്ചും കൂടെ എക്സാമിൻ്റെ ലെവൽ ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നതനുസരിച്ച് നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ചോയ്സ് കൂടി ഇതിനകത്ത് വരും. അപ്പം നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ചോയ്സ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതിങ്ങനെ താഴോട്ട് എഴുതുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സമയം സേവ് ചെയ്യാൻ പറ്റും. സമയം സേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നിങ്ങളത് എഴുതി ആഡ് ചെയ്യേണ്ടുന്ന സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാം. പിന്നെ നമുക്ക് മനക്കണക്ക് ശീലമാവും. ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ മനക്കണക്ക് ശീലമാവത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഈവൻ നൺ ഓഫ് ദീസ് ചോയ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളിത് ഇങ്ങനെ തന്നെ ആഡ് ചെയ്യുക. ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ് അങ്ങനെ തന്നെ പോകും. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. 17,802 plus 1,132 minus 8,963 plus 1,381 is equal to question mark into 33. ഈ ക്വസ്റ്റ്യനും നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ പാർട്ടിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് ഈസ് ഈക്വൽ ടു 33 into സംതിങ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് അനുസരിച്ച് പോകാനാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ഈ നമ്പേഴ്സ് 3 കൂടി കൂട്ടുക, അതിനകത്തുനിന്ന് ഈ നമ്പർ കുറയ്ക്കുക, അപ്പോൾ ഒരു നമ്പർ കിട്ടും. ആ നമ്പറിനെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണല്ലോ നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തും തന്നെ നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാത്തപ്പോൾ മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും തന്നെ നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ചില ക്ലൂസിൽ നിന്നും ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ യൂണിറ്റ് ഡിജിറ്റ് കൺസെപ്റ്റ് ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നോക്കുക. ഇവിടെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 2 4, 4 1 5, 5 3 പോകെ 2. 2 ലാസ്റ്റ് ഡിജിറ്റ്. ഏതോ ഒരു നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 ഈസ് ഈക്വൽ ടു സംതിങ് ഇൻറ്റു 33, ക്വസ്റ്റ്യൻ മാർക്ക് ഇൻറ്റു 33. അപ്പം നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 വരണം എന്നുണ്ടെങ്കിൽ ഈ 3യെ ഇവിടെ കിടക്കുന്ന നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആയിട്ടുള്ള നമ്പറിന്റെ യൂണിറ്റ് പ്ലേസിൽ 2 വരണം അല്ലേ? അപ്പൊ നമുക്ക് നോക്കുക ഈ 3യെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടെ 2 നമുക്ക് കിട്ടാൻ ചാൻസ് നോക്കുക. ഈ 3 × 319 എന്ന് പറയുന്ന ഈ നമ്പറാണ് നമ്മുടെ ആൻസർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 9 3 27 നമ്മുടെ ആൻസർ 7 വരത്തുള്ളൂ ലാസ്റ്റ് ഡിജിറ്റ് അല്ലല്ലോ. ഇവിടെ നമുക്ക് LHSൽ നമുക്ക് 2 വരേണ്ടത്, 8 ആണെന്ന് വിചാരിക്കുക. 528 ആണ് ആൻസർ എന്ന് വിചാരിക്കുക. 528 × 3 ചെയ്യുമ്പോൾ എത്ര നമ്പർ ആയിക്കോട്ടെ നമ്മുടെ ലാസ്റ്റ് പ്ലേസ് 8 4 വരത്തുള്ളൂ. അതേപോലെ 519 ആണെങ്കിൽ 7 വരും, 416 ആണെങ്കിൽ 8 വരും, 6 3 18 8 വരും. 344 ആണെങ്കിലോ 4 × 3 12 2 വരും. അപ്പം നമുക്കറിയാം ഇതിനകത്തുനിന്ന് നമുക്ക് ആൻസർ ആകാൻ ചാൻസ് ഉള്ളത് 344 മാത്രമേ ഉള്ളൂ. നമ്മളത് ഫുള്ള് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി 344 ആണോ 334 ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഒറ്റ കാര്യം നമുക്കറിയാം, ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിട്ട് 344 മാത്രമേ ഉള്ളൂ നമ്മുടെ ഓപ്ഷൻസിൽ. അതുകൊണ്ട് നമുക്കിത് മാർക്ക് ചെയ്യാം. വേറെ ഏതെങ്കിലും ഒരു നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലോ അല്ലെങ്കിൽ 344 പകരം ഇവിടെ ഒരു 334 ഉണ്ടായിരുന്നെങ്കിലോ നമുക്ക് ഇത് ചൂസ് ചെയ്യാൻ അത്ര ഈസി ആയിട്ട് പറ്റത്തില്ല. കാരണം നമുക്ക് അപ്പോൾ ഫുള്ള് ചെയ്ത് നോക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ആദ്യം ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇഷ്ടംപോലെ നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. 77% of 64 plus 56% of 450. ഇതിനെ നമ്മൾ നോർമലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 77 × 64/100. ഈ പാർട്ട് വരുന്നത് 77% എന്ന് പറഞ്ഞാൽ 77/100.
ഇൻറ്റു 64 പ്ലസ് 56% എന്ന് പറയുമ്പോൾ 56/100 ഇൻറ്റു 450. ഈ രീതിയിലായിരിക്കുമല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിനെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്ന് എടുക്കുന്ന സമയത്തേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ഈ പെർസെൻറ്റേജിനെ സ്പ്ലിറ്റ് ചെയ്യണം. പെർസെൻറ്റേജിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സൗകര്യമുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. വെറുതെ എങ്ങനെയെങ്കിലും സ്പ്ലിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. 77% 70 + 7 എന്ന് എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളതിനെ എങ്ങനെയാണോ കാൽക്കുലേഷൻ ഈസി ആയിട്ട് വരുന്നത് അതുപോലെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 77%നെ നമ്മൾ 50% പ്ലസ് 25% പ്ലസ് 2% എന്ന് എടുക്കാം. ഓഫ് 64 എന്ന് എടുക്കാം. ഇങ്ങനെ നമ്മൾ എടുക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മനക്കണക്കായിട്ട് കിട്ടും. 64ന്റെ 50% എത്രയാ? 32 അല്ലേ? 64ന്റെ 25% എത്രയാ? ഇതിന്റെ പകുതി 16. ഏത് നമ്പറിന്റെ 50% എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഫ് അല്ലേ? 25% എന്ന് പറഞ്ഞാൽ അതിന്റെ 1/4 അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. 50% എന്ന് വെച്ചാൽ 1/2 ആണ്. 25% എന്ന് വെച്ചാൽ 1/4 ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ എഴുതിയത്. 64ന്റെ 25% എന്ന് വെച്ചാൽ 16 ആണ്. പിന്നെ 64ന്റെ 2% കാണണമെങ്കിൽ 64ന്റെ 1% കണ്ടിട്ട് അതിന്റെ ഡബിൾ എടുത്താൽ പോരെ. അത് നമുക്ക് മൈൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലേ? 64ന്റെ 1% എത്രയാ? ബൈ 100 0.64 അല്ലെ? 0.64. അപ്പൊ 64ന്റെ 2% എത്രയായിരിക്കും? ഇതിന്റെ ഇരട്ടി. 64ന്റെ ഇരട്ടി എത്രയാ? 128. ആ പോയിന്റ് ഇട്ട് കൊടുക്കുക. 1.28. എത്ര കിട്ടി? 49.28. ഇതേ കാര്യം തന്നെ നമുക്ക് വേറൊരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ 77%നെ നമ്മൾ 50% പ്ലസ് 25% പ്ലസ് 2% എടുത്തപ്പോൾ നമുക്ക് ഇതിങ്ങനെ കിട്ടി. ഇതൊക്കെ നിങ്ങൾ മൈൻഡിൽ തന്നെ ചെയ്യണം. അപ്പോൾ 77% ഓഫ് 64നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. 75% എന്ന് വെച്ചാൽ 75/100 = 3/4 ആണ് ഇതിന്റെ ഫ്രാക്ഷണൽ വാല്യൂ. അപ്പം ഈ 77% ഓഫ് 64 കാണുന്നതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് 75% ഓഫ് 64 കണ്ടിട്ട് പിന്നെ അതിന്റെ 2% ആഡ് ചെയ്താലും മതി. അപ്പൊ 64ന്റെ 75% നിങ്ങൾ എങ്ങനെയാ കാണുക? നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ചെയ്തൂടെ? 64 × 3/4 എത്രയാ? അത് 48. അതിന്റെ കൂടെ 2% ഓഫ് 64 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1.28. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് 49.28 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ലോജിക് അപ്ലൈ ചെയ്യണം. നമുക്ക് എളുപ്പമുള്ള രീതിയിൽ വേണം സ്പ്ലിറ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇവിടെ 77%ന്റെ സ്ഥാനത്ത് 87% ആയിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിനെ പോയിട്ട് നമ്മൾ 80% പ്ലസ് 7% എന്ന് ചെയ്യുന്നതുകൊണ്ട് കാൽക്കുലേഷന് വലിയ ഈസിനെസ് ഒന്നും പറയാനില്ല. കാരണം 80% കാണണമെങ്കിൽ നമ്മൾ ഇതിനെ 8 കൊണ്ട് ഗുണിക്കണം, 67% കാണണമെങ്കിൽ 7 കൊണ്ട് ഗുണിക്കണം. അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ നമ്മളിങ്ങനെ 50, 25, 2 എന്നൊക്കെ എടുക്കുന്നത് ഫുള്ള് നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും. ആലോചിച്ച് നോക്കിക്കേ, 64ന്റെ പകുതി നമുക്ക് മൈൻഡിൽ എടുത്തൂടെ? അതിന്റെ ഒന്നും കൂടെ പകുതി 16, അത് നമുക്ക് മൈൻഡിൽ എടുത്തൂടെ? പിന്നെ 2% അത് നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാം. അതുകൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 49.28 എന്ന് കിട്ടി. ഇനി ഇപ്പുറത്തെ പാർട്ട് നോക്കാം. 56% ഓഫ് 450 അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 56നെ 50 പ്ലസ് 5 പ്ലസ് 1 എന്ന് എടുക്കുക. അപ്പൊ 450ന്റെ 50% എന്ന് വെച്ചാൽ അതിന്റെ പകുതി. അത് എത്രയാണ്? 225. ഇനി 50% 225 ആണെങ്കിൽ 5% എത്രയായിരിക്കും? 22.5 ആയിരിക്കും അല്ലേ? 1%ഓ? 450യുടെ 1%. 450യുടെ 100% ആണ് 450. അപ്പൊ 1% എത്രയായിരിക്കും? 2 സ്ഥാനം മാറ്റി കൊടുത്തിടുക. 4.5. ഇത് ആഡ് ചെയ്ത് നോക്കുക. 5 5 10 5 2 7 4 12 5 252 അവിടെ കിട്ടി. ഇതും കൂടെ ആഡ് ചെയ്യുക. നമ്മുടെ ആൻസർ എത്രയാണ്? 301.28. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുന്നത്, നിങ്ങൾ ഇത്രയും സാധാരണ ഒരൊറ്റ സ്റ്റെപ്പ് 77 × 64/100 പ്ലസ് 56 × 450/100 ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ഇതിന് പകരം ഇതങ്ങ് ചെയ്താൽ പോരെ എന്ന് തോന്നും. പക്ഷേ നമുക്ക് എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള ഈ ഒരു രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് മനക്കണക്കായിട്ട് ഇത് ചെയ്ത് ശീലിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ ഗുണം കിട്ടത്തുള്ളൂ. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. സാധാരണ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾ അത് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. 87.5% ഓഫ് 377 പ്ലസ് 12.5% ഓഫ് 361. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിത് അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. 87% കാണണം, ഇവിടെ 12% കാണണം അല്ലേ? ആകെ പ്രശ്നമാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ പെർസെൻറ്റേജസിന്റെ ഫ്രാക്ഷണൽ വാല്യൂസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എക്സാമിനേഷൻ്റെ ഒരു പകുതി സമയം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും.
അപ്പോൾ നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂസ് നിങ്ങൾ കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന പെർസെൻറ്റേജസിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെസിമൽ വാല്യൂസും ഉണ്ട്. ഞാനത് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസിൽ വരുന്ന പെർസെൻറ്റേജസിൻ്റെ ഫ്രാക്ഷണൽ വാല്യൂസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. അപ്പം എങ്ങനെയാണ് ഇത് ഫ്രാക്ഷണൽ വാല്യൂസ് വരുന്നതെന്ന് നോക്കാം. ഇപ്പം പല ഫ്രാക്ഷണൽ വാല്യൂസും നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതുണ്ട്. ഇപ്പം 50%, ഇപ്പം നമ്മൾ കൊച്ചു കുട്ടികളുടെ അടുത്ത് പറഞ്ഞാൽ പോലും ഒരു 20 രൂപ കൊടുത്തിട്ട് 50 എടുത്തോ എന്ന് പറഞ്ഞാൽ അവരത് അപ്പം തന്നെ 10 ആക്കും, അല്ലെ ഹാഫ് ആക്കും. അവർക്കറിയാം, കാരണം 50% എന്ന് പറഞ്ഞാൽ 1/2 ആണെന്നുള്ള കാര്യം നമ്മുടെയൊക്കെ ബ്രെയിനിൽ അടിച്ചുറപ്പിച്ച പോലെ നമുക്കറിയാം. പക്ഷെ ഒരുപാട് പെർസെൻറ്റേജസിനും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഫ്രാക്ഷണൽ വാല്യൂസ് ഉണ്ട്. നമ്മൾ റിലേറ്റീവ്ലി അത്ര കോമൺ അല്ലാത്ത, എന്ന് വെച്ചാൽ നമ്മളധികം ഉപയോഗിക്കാത്ത ഒരുപാട് ഫ്രാക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 50% 1/2 ആണ്, 25% 1/4 ആണ്. ഇത് നമുക്ക് അറിയാമായിരിക്കും. ഇനി 12.5%, ഇത് നോക്കിക്കേ, ഈ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ഈ 12.5% തന്നെയാണ്. 12 എന്ന് വെച്ചാൽ 25ന്റെ പകുതിയല്ലേ, 25ന്റെ പകുതിയാണ് 12 എങ്കിൽ നമ്മുടെ ഫ്രാക്ഷണൽ വാല്യൂ എത്രയായിരിക്കും? 1/4ന്റെ ഹാഫ്, അതായത് 1/8 ആയിരിക്കും. ഈ 12.5യുടെ ഹാഫ് നോക്കുക, 6.4%. ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ഒരു ഫ്രാക്ഷൻ ആണ്. അതിന്റെ വാല്യൂ എത്രയായിരിക്കും? ഇതിന്റെ ഹാഫ് 1/60. അതേപോലെ തന്നെ നമുക്കറിയാം 75% എത്രയാണ്? 3/4 ആണ്. ഇതിന്റെ പകുതിയും സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുണ്ട്, 37.5%, 3/8 ഇതിന്റെ ഹാഫ്. ഇനി നമുക്ക് ഈ 87% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷണൽ വാല്യൂ എങ്ങനെയാണ് കാണുന്നത് നോക്കാം. 87% എന്ന് വെച്ചാൽ 175 ഡിവൈഡഡ് ബൈ 100 ആണ് അല്ലേ, എന്ന് പറഞ്ഞാൽ 175/2 × 100. ഇവിടെ 25 വെട്ടി പോകുമ്പോൾ മുകളിൽ 7 വരും, ഇവിടെ എത്ര വരും? 4 വരും. അപ്പം 7/8 ആണ് 87% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷണൽ വാല്യൂ. ഈ ഒരു 7/8 എന്ന് പറയുന്ന കാര്യം നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഇത്രയും പണി എക്സാമിനേഷൻ ഹാളിൽ ഒഴിവാക്കാം. അപ്പം ഒരുപാട് പെർസെൻറ്റേജസിനും ഇതുപോലെയുള്ള കറസ്പോണ്ടിങ് ഫ്രാക്ഷണൽ വാല്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 16 and 2/3%. ഇതും സാധാരണ ഗതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ഒരു നമ്പറാണ്. 50 താഴെ 100 വരും. അപ്പോൾ 50 100 വെട്ടിപ്പെട്ട് ബാക്കി 1/6. 16 3.2% എന്ന് വെച്ചാൽ 1/6. അതേപോലെ 33 3.1% = 1/3. നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പെർസെൻറ്റേജസിനെ നമ്മൾ ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ട് കൺവെർട്ട് ചെയ്ത് എഴുതുമ്പോൾ ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ പറയുന്ന ഫ്രാക്ഷൻസിന്റെ ഈ പെർസെൻറ്റേജസിന്റെ എല്ലാ ഫ്രാക്ഷണൽ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്കിപ്പോൾ 87%, 12% നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് 87% ഫ്രാക്ഷണൽ വാല്യൂ? 7/8 ആണ്. 12% 1/8 ആണ്. നമുക്കത് ഈ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ നോക്കിക്കേ, ഇവിടെ 87% ഓഫ് 377 പ്ലസ് 12% ഓഫ് 361. അപ്പൊ നമ്മൾ നേരത്തെ ഇപ്പം പറഞ്ഞതനുസരിച്ച് 87% ഫ്രാക്ഷണൽ വാല്യൂ 7/8 ആണ്, 12% 1/8 ആണ്. അപ്പൊ നമ്മൾ നേരിട്ട് ഇതിനെ 7/8 ഓഫ് 377 പ്ലസ് 1/8 ഓഫ് 361 എന്ന് എഴുതുന്നതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് വേറൊരു സ്റ്റെപ്പും കൂടെ ചെയ്തിട്ട് അതിലേക്ക് പോകാം. അപ്പൊ ഇതിന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 87യും 12യും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 100 ആണ്. 87യും 12യും കൂടെ കൂട്ടുമ്പോൾ 100 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യനകത്ത് ഇതുപോലെ കൂട്ടുമ്പോൾ 100 വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടിടത്ത് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് അതിനെ 100% ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് കുറച്ചും കൂടെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനെ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളുടെ കണ്ണുകൾ ആ രീതിയിൽ കൂടെ നോക്കണം. അതൊരു പെർസെൻറ്റേജിനെ നേരിട്ട് അങ്ങ് ഫ്രാക്ഷണൽ വാല്യൂ ആക്കി പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതിനേക്കാളും നമ്മൾ അങ്ങനെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നുകൂടെ നോക്കണം. ഇതിപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും കണ്ടുകൊള്ളണമെന്നില്ല. ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും സാധാരണ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ 87%, 12% കൂടെ 100% അല്ലേ. അപ്പം ഇവിടെ 87% ഓഫ് 371 ഇവിടെ 12% ഓഫ് 361 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്യാം? ഇതിനെ നമുക്ക് 87.5% ഓഫ്, ഇവിടെ ഒരു 361 ഇല്ലേ, ഇവിടെ ഓൾറെഡി 12% ഓഫ് 361 ഉണ്ട്. ഈ 377 നമുക്കൊരു 361 ആക്കി വേണമെങ്കിൽ എഴുതാമല്ലോ. 361 പ്ലസ് 16 എന്ന് എഴുതിക്കൂടെ? ഈ 377 നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാമല്ലോ. അങ്ങനെ 377 361 പ്ലസ് 16 എന്ന് എഴുതുന്നു. അങ്ങനെ എഴുതാനുള്ള കാര്യം നമുക്ക് ഇതിനെ 100% ഓഫ് 361 ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ നോട്ടം എന്ന് പറയുന്നത് ആ രീതിയിലായിരിക്കണം. ഇതിവിടെ 361 ഉണ്ട്, ഇവിടെ ഓൾറെഡി ഒരു 361 ഉണ്ട്, അത് ഇതിനകത്താണ്, അത് നമ്മൾ പുറത്തെടുക്കുക.
ഈ 87% ഓഫ് 377 നമ്മൾ ഇങ്ങനെ എഴുതുന്നു 361. ഇതൊക്കെ ഞാനിങ്ങനെ എഴുതുന്നു എന്ന് പറയുന്നത് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നല്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്ലസ് 12% ഓഫ് 361. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 87.5% ഓഫ് 361നെയും 12.5% ഓഫ് 361നെയും കമ്പൈൻ ചെയ്യുക. അത് എത്ര വരും? 100% ഓഫ് 361 അല്ലേ? പിന്നെ ബാക്കി എന്തുണ്ട്? 87.5% ഓഫ് 60 അല്ലേ? ഈ 87.5% ഓഫ് 377നെ 87.5% ഓഫ് 361 കണ്ടിട്ട് 87.5% ഓഫ് 16 കണ്ട് ആഡ് ചെയ്താലും ഒരുമിച്ച് 377ന്റെ 87.5% കണ്ടാലും സെയിം ആൻസർ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പോൾ 100% ഓഫ് 361 എന്ന് വെച്ചാൽ എത്ര? 361 തന്നെ ആണല്ലോ. 100% ഓഫ് എനി നമ്പർ ഈസ് ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 87.5% ഓഫ് 16 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും? 361 പ്ലസ് 14 കിട്ടും. The answer will be 375. നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ഒന്നും കൂടി നോക്കാം. ഇതിനകത്ത് നമ്മൾ രണ്ട് കൺസെപ്റ്റുകളാണ് യൂസ് ചെയ്തത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പെർസെൻറ്റേജിനെ ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തു. പിന്നെ അഡീഷണലി നമ്മൾ ഈ രണ്ട് ഡിഫറെൻറ്റ് പെർസെൻറ്റേജസിന്റെ സം 100 ആണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ള കൺസെപ്റ്റും കൂടെ യൂസ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ 87% ഓഫ് 377 നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 361 പ്ലസ് 16 എടുക്കാൻ കാര്യം. കാരണം ഇവിടെ ഒരു 361 ഉണ്ട്. ആ 12.5%ഉം ഈ 87.5% കൂട്ടുമ്പോൾ 100 ആണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്. സ്പ്ലിറ്റ് ചെയ്താലുള്ള ഗുണം എന്താണ്? നമുക്കിതിനെ 100% ഓഫ് 361 എന്ന് എഴുതാൻ പറ്റി. പ്ലസ് 87.5% ഓഫ് 16 എന്നും 87.5% ഓഫ് 16. അതുകൊണ്ടാണ് നമ്മളിവിടെ 361 പ്ലസ് 7/8 ഓഫ് 16 എന്ന് എടുത്തു. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 361 പ്ലസ് 14 ഈക്വൽ ടു 375. 7th ക്വസ്റ്റ്യൻ നോക്കുക. 59% ഓഫ് 61 പ്ലസ് 48% ഓഫ് 52. അപ്പം ഈ ക്വസ്റ്റ്യനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ 59/100 ഇൻറ്റു 61 പ്ലസ് 48/100 ഇൻറ്റു 52. ഇങ്ങനെയാണല്ലോ നമ്മുടെ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോർമലി എന്ത് ചെയ്യും? 59 ഇൻറ്റു 61 ചെയ്യും, 48 ഇൻറ്റു 52 ചെയ്യും, ഡിവൈഡ് ബൈ 100 ചെയ്യും. അങ്ങനെയായിരിക്കും നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ട്രഡീഷണൽ മെത്തേഡ് ചെയ്താലും അതല്ല നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുക. 59% ഓഫ് 61നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താലും നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെന്നറിയാം നമുക്ക് അത് അത്ര ഈസി ആയിട്ട് വരത്തില്ല. കാരണം 50% പ്ലസ് 9% എന്നെടുത്താലും അതിനകത്ത് കാൽക്കുലേഷൻ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ 48 ഇൻറ്റു 52 വേണമെങ്കിൽ നമ്മൾ 48 ഇൻറ്റു 50 പ്ലസ് 48 ഇൻറ്റു 2 എന്ന് എഴുതാം. ഓക്കെ, അത് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമുക്ക് അതിനേക്കാൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 59ഉം 61ഉം 48ഉം 52 ഈ നമ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60നോട് 1 കൂട്ടി 60ൽ നിന്ന് 1 കുറച്ചു. ഇതാണെങ്കിലോ 50നോട് 2 കൂട്ടി 50ൽ നിന്ന് 2 കുറച്ചു. അതായത് ഇത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി, ഇതും വേറൊരു a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 59നെ 60 മൈനസ് 1 ഇൻറ്റു 60 പ്ലസ് 1 എന്ന് എഴുതാം അല്ലേ? അതേപോലെ ഈ നമ്പറിനെയോ 50 മൈനസ് 2 ഇൻറ്റു 50 പ്ലസ് 2 എന്ന് എഴുതാം. ഇത് പറഞ്ഞെങ്കിൽ ഇത് നമ്മുടെ ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ 59 ഇൻറ്റു 61നെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ 48 ഇൻറ്റു 52നെ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതാനുള്ള മെച്ചം എന്തുവാ? ഇപ്പം നമ്മുടെ കാൽക്കുലേഷൻ മനക്കണക്കായില്ലേ? എങ്ങനെയാണ് മനക്കണക്കാവുന്നത്? 59 ഇൻറ്റു 61നെ നമുക്ക് എങ്ങനെ എഴുതാം? 3600. ഇതിപ്പോൾ a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി ആണെങ്കിൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അതിൻ്റെ ആൻസർ. അതായത് 60ന്റെ സ്ക്വയർ എത്രയാണ്? 3600 നിന്ന് 1 കുറയ്ക്കുക എന്ന് പറയുമ്പോൾ 3599 വന്നു. അതാണ്ട് ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 100 ഉണ്ട്. അപ്പം 35.99 പ്ലസ് 48 ഇൻറ്റു 52 അഗെയിൻ 50ന്റെ സ്ക്വയർ മനക്കണക്കായിട്ട് കിട്ടത്തില്ലേ? 2500. അതിൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 2500 നിന്ന് 4 കുറയ്ക്കുമ്പോൾ 2496 അല്ലേ? ഡിവൈഡ് ബൈ 100 ആകുമ്പോൾ 24.96 എന്ന് വരും. ഇനി ഇതിനെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. എത്രയാത്? 9 19 9 10 60.95. നമ്മുടെ 8th ക്വസ്റ്റ്യൻ നോക്കാം.
42 square minus 38 square minus 17 square is equal to dash divided by 0.1. ഇതിന്റെ പ്രോസസ് എന്താണെന്നൊക്കെ നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. നമുക്കറിയാം ഇതിന്റെ സ്ക്വയർ കാണുക, ആദ്യം ഇതിന്റെ സ്ക്വയർ കണ്ടിട്ട് കുറയ്ക്കുക, ഇതിന്റെ സ്ക്വയർ കണ്ടിട്ട് കുറയ്ക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ 38 സ്ക്വയറും 17 സ്ക്വയറും കൂടെ ആഡ് ചെയ്തിട്ട് ആ നമ്പറിന്റെ 42 സ്ക്വയറിൽ കുറയ്ക്കുക. എന്നിട്ട് അതാണ് LHS, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അത് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതോ ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 0.1. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കിട്ടുന്ന നമ്പറിനെ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടേണ്ടുന്ന നമ്പർ കിട്ടും. ഇങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ഗതിയിൽ ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓൾറെഡി സ്ക്വയേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള സ്ക്വയേഴ്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞു. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനെ ചെയ്താലും കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മൾ നോക്കേണ്ടുന്നത് ഇതിങ്ങനെ ഈ സ്ക്വയർ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എവിടെയെങ്കിലുമൊക്കെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലോട്ടൊക്കെ മാറ്റാം. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിലാണ് ഒരു നമ്പർ കിടക്കുന്നതെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻ ഈസി ആവുന്നത് എപ്പോഴാണ്? അതിന്റെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്യുന്നത് നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുമ്പോഴേ ആണല്ലോ അതിന്റെ ഒരു ഈസിനെസ് കിട്ടുന്ന അപ്പോഴാണല്ലോ, അതിന്റെ കാൽക്കുലേഷൻ സിമ്പിൾ ആവുന്നത് അപ്പോഴാണ്. അപ്പോൾ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആക്കുമ്പോഴത്തേക്കും എ 42 ബി 38 അല്ലേ. എ പ്ലസ് ബി എത്രയാണ്? 42 38 കൂട്ടുമ്പോൾ 80 കിട്ടും. 42 38 പോകുമ്പോൾ 4. അതേ മൈനസ് 17 സ്ക്വയർ 289 ഇസ് ഈക്വൽ ടു സംതിങ് ഡിവൈഡഡ് ബൈ 0.1. അപ്പം ഇതൊക്കെ ഞാനിവിടെ സ്റ്റെപ്സ് ആയിട്ട് എഴുതുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും. കാരണം 42 38 കൂടെ കൂട്ടുന്നതൊക്കെ നമുക്ക് മൈൻഡിൽ തന്നെ ചെയ്തൂടെ. അപ്പോൾ 80 × 4 320 മൈനസ് 289. ഇതെത്ര വരും? 320 280 കുറയ്ക്കണമെങ്കിൽ 320 ന്ന് 290 കുറയ്ക്കുക. എത്രയായത്? 30. അപ്പോൾ 90 അല്ലല്ലോ കുറയ്ക്കേണ്ടത്, 289 അല്ലേ. അപ്പോൾ 31. ഈ രീതിയിൽ നിങ്ങൾ കാൽക്കുലേഷൻസ് ചെയ്യുക. 20 മൈനസ് 289 നമുക്ക് ഇവിടെ 31 എന്ന് കിട്ടി. 31 ഇസ് ഈക്വൽ ടു ഡാഷ് ഡിവൈഡഡ് ബൈ 0.1 ആണ്. എന്തായിരിക്കും അത്? 31നെ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 3.1 അല്ലേ. നമ്മുടെ ആൻസർ എന്താണ്? 3.1. നമ്മൾ ഈ പെൻ ആൻഡ് പേപ്പറിന്റെ ഒരു യൂസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് വേണ്ടിയിട്ട് നമ്മൾ പണി കൊടുക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങളോട് 47ന്റെ കൂടെ 199 കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പെന്ന് വേണമെന്ന് വിചാരിക്കും ഇല്ലേ. 47ന്റെ കൂടെ 199 കൂട്ടാൻ പറഞ്ഞാൽ, പക്ഷെ 47ന്റെ കൂടെ 200 കൂട്ടാൻ പറഞ്ഞാൽ നിങ്ങൾ അത് ഈസി ആയിട്ട് 247 ആൻസർ ചെയ്യും അല്ലേ. 47ന്റെ കൂടെ 200 കൂട്ടുമ്പോൾ 247 ആണെങ്കിൽ 47ന്റെ കൂടെ 199 കൂട്ടുമ്പോൾ അതിൽ നിന്ന് 1 കുറവായിരിക്കും, 246 ആയിരിക്കും അല്ലേ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. കാരണം നമ്മൾ കൊച്ചുനാളിൽ തന്നെ പെൻ ആൻഡ് പേപ്പർ എടുത്ത് ശീലിച്ചു പോയതുകൊണ്ടാണ് അങ്ങനെ. പക്ഷെ നമ്മൾ ഇനി പതുക്കനെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനൊക്കെ എല്ലാവർക്കും പറ്റും. പലതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ അത് ഫാസ്റ്ററായിട്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും എളുപ്പം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ഈ പെൻ ആൻഡ് പേപ്പർ ചെയ്ത് അതിനകത്ത് നമ്മൾ എത്ര പ്രാക്ടീസ് സ്പീഡ് എടുത്താലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. നിങ്ങളുടെ കൈ കൊണ്ട് എഴുതി വഴങ്ങി വരുന്നതിനൊരു സ്പീഡുണ്ട്. അതേസമയം നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി അതിനേക്കാൾ എത്രയോ കൂടുതലാണ്. നമ്മുടെ 9th ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുക. 24 ഡിവൈഡഡ് ബൈ 125 പ്ലസ് 121 ഡിവൈഡഡ് ബൈ 25. അതിന്റെ ആൻസർ ചോയ്സസ് ആണിത്. നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഓപ്ഷനും ഉണ്ട്. അപ്പം 24നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ബോക്സ് ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ ആകെ പ്രശ്നമാണ്. 24നകത്ത് 125 പോകത്തില്ല. നമ്മൾ പിന്നെ ഒരു 0 ഇട്ട് കൊടുത്തു, പോയിന്റ് ഇട്ട് കൊടുത്തു അല്ലേ. നമുക്കതൊക്കെ ഒരു സമയം എടുക്കും. നമുക്കതൊന്നും എക്സാമിനേഷന് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രോസസ്സുകളല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് 25ന് നമുക്ക് ഓൾറെഡി അറിയാം 25 × 4 100 അപ്പം ഇത് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. മുകളിലും താഴെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതങ്ങ് സോൾവ് ആവും. അതേപോലെ തന്നെ 125ന് ഒരു പ്രത്യേകതയുണ്ട്. 125 × 8 1000 ആണ്. ഇതൊരു നമ്മുടെ ഒരു സൗകര്യമാണ്. എന്തിനാണ് നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് മുകളിലും താഴെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 24 × 8 താഴെ 125 × 8 പ്ലസ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? 121 × 4 താഴെ 25 × 4. ഇപ്പം നമ്മൾ താഴത്തെ കാര്യം നോക്കിയേ വേണ്ട. ഇവിടുത്തെ 125 × 8 നമുക്ക് ഓൾറെഡി അറിയാം 1000 ആണ്, ഇവിടെ 100 ആണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? മുകളിലത്തെ മൾട്ടിപ്ലിക്കേഷൻ പാർട്ട് മാത്രം ചെയ്താൽ മതി. ഇത് എത്ര വരും? 192 വരും. ഡിവൈഡഡ് ബൈ 1000 ആണ്. അപ്പം 3 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇടുക. 0.192. ഇവിടെ 121 × 4 എത്ര വരും? 484 വരും. 2 സ്ഥാനം മാറ്റി കുത്തിടുക. 4.84. അപ്പം 4.84ന്റെ കൂടെ 0.192 കൂടുക. 13 10 5 അല്ലേ. 5.032 ആണ് ഇതിന്റെ ആൻസർ. 125 എന്ന് പറയുന്ന നമ്പർ ഡിവിഷൻ പാർട്ടിലായാലും മൾട്ടിപ്ലിക്കേഷൻ പാർട്ടിലായാലും നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കുക. 125 × 8 1000 ആണ്. അത് നമുക്ക് എവിടെയെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ മുകളിൽ താഴെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമ്മുടെ ഈ കാൽക്കുലേഷൻ വളരെ ഈസിയായി. 125 കൊണ്ടുള്ള ഡിവിഷന് പകരം നമ്മൾ എന്ത് ചെയ്തു?
8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഡിവിഷൻ ബൈ 1000ഉം ഡിവിഷൻ ബൈ 100ഉം ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാം. പോയിന്റ്സ് മാറ്റി കുത്തിടുക എന്നുള്ള ഒരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് 5.032 എന്ന് ആൻസർ കിട്ടി. 10th ക്വസ്റ്റ്യൻ നോക്കുക. 125 into 5.6 plus 25 into 7.12 plus 5 into 22.4. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടെക്നിക്ക് തന്നെയാണ്. നമ്മൾ 125നെ എന്തായിട്ട് എടുക്കണം? 1000 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 5.6. ഇവിടെ ഞാൻ സ്റ്റെപ്സ് എഴുതുന്നതേ ഉള്ളൂ, നിങ്ങളിത് മൈൻഡിൽ തന്നെ ചെയ്യുക. 25നെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ 25 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കാര്യം പറഞ്ഞിരുന്നു. 100/4 ആണ്. അതായത് ഗിവൺ നമ്പറിനെ 2 പ്രാവശ്യം ഹാഫ് ചെയ്തിട്ട് പിന്നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഈ പാർട്ട്. പിന്നെ 5 into 22.4 നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 10/2 ആണത്. 5 into 25 ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ പാർട്ട് നോക്കുക. ഇതിന്റെ 5.6/8 എത്ര വരും? 0.7 വരും അല്ലേ? 0.7 into 1000 700 അല്ലേ? 0.7 ആണ്. ഇപ്പൊ 56 ആയിരുന്നെങ്കിൽ 7000 വന്നേനെ. 5.6 ആയതുകൊണ്ട് 700. 7.12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിപ്പോൾ എത്ര വരും? മനക്കണക്കായിട്ട് ചെയ്യുക. 14 17 32 178 അല്ലേ? 178 എന്ന് കിട്ടും. 178 പിന്നെ നമുക്ക് ഇവിടെ 2 പൂജ്യം ഉണ്ട്, അതേപോലെ 2 പ്ലേസും ഉണ്ട് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് 1 ഇത്രയും വരും, പിന്നെ 2 പ്ലേസ് മാറ്റി കുത്തിടുക, 178 എന്ന് വരും. അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ ഓൾറെഡി നമ്മൾ 25ന്റെ മൾട്ടിപ്ലിക്കേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 224 into 5 ആണെങ്കിലോ ഇതിന്റെ ഹാഫ് ആണ് 112. ഇവിടെ പറഞ്ഞ പോലെ ഒരു 10 കൊണ്ട് ഒരു പോയിന്റ് ഉണ്ട്, അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. 112 ആണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. ഇത് നിങ്ങൾ ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. 25ന്റെയും 5ന്റെയും മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 700ന്റെ കൂടെ 178 112 കൂടെ ഇത് കൂട്ടുന്നതിനും നിങ്ങൾ ഇത് എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ നിന്നോട്ടെ. ഇത് ആദ്യം കൂട്ടി വെക്കുക. 178 112 എത്രയത്? 290 കിട്ടും. 290ഉം 700 കൂട്ടുമ്പോഴത്തേക്കും 990. കഴിയുന്നത്ര കാൽക്കുലേഷൻസ് മൈൻഡിൽ തന്നെ ചെയ്യുക. ഇതിനകത്ത് ഇപ്പം ഞാൻ ഇല്ലസ്ട്രേഷന് വേണ്ടി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയെങ്കിലും നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും സ്റ്റെപ്പ് എഴുതാതെ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഓക്കെ, നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ് സിംപ്ലിഫിക്കേഷനിൽ നിന്ന് വർക്കൗട്ട് ചെയ്തത്. 10നകത്ത് പലതും പല പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം.